മകനെ മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ മാതൃഭൂമി ലോക്കൽ എഡിഷനിൽ പരസ്യം ചെയ്തതിന്റെ പിറ്റേ ദിവസം കുട്ടൻ നാട്ടിലെത്തി. ஸ்டார்ட் பண்ணலாமா? പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല, മസാല. ഇതിൽ ആരാ ചേരുവ ചേർത്ത്? ഞാനാ. ആ അതന്നെ. എങ്ങനെ വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കൈ എത്രന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളിൽ കളിക്കാ? അതിട്ടങ്ങടെ കളിക്ക. എന്താ അവിടെ ഒരു കോട്ട് പോയി ഇടാൻ പാടില്ലേ? ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. சத்தியமா சொல்றேன், அடிச்சு 100 പേരോട് ഓഴ വിട്ടിടുവേ. മാനം പോലെ തിരിപ്പി വരാതെ പാത്തു ഇത് പിടിച്ചേ. എന്താടേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർ ഊര് ജനലെ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അലിനെ കെടുത്തോന്ന്. ഇപ്പൊ കണ്ടോ കുട്ടന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും. അത് നീ താങ്ങില്ല. എന്റെ ഡിപ്പാർട്ട്മെന്റ് തകർത്തവന്റെ ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ തകർക്കുന്നു. അന്തിക്കാട് മുത്തപ്പനാണ് സത്യം. இந்த முறை நான் அடிக்கிற அடி மரண அடியாக தான் இருக்கும். எதிரியால மறுபடி எந்திரிக்கவே முடியாது. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. എന്താ ഇത്? എനിക്ക് 2 വടയിൽ പോച്ചു പറ്റുമാ? 50-50 ബരാബർ. എവറിത്തിങ് ഓക്കെ? ഹാപ്പി? വെരി ഹാപ്പി. നോ ചീറ്റിംഗ്. നോ ചീറ്റിംഗ്. റാജി, ഞാൻ പകലടിക്കില്ല കേട്ടോ. ഞാനടിക്കൂടോ. എന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ. എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട്. എന്റെ മുഖത്തിന് ഭാവമായിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീട്ടും നനച്ചും ആ കാര്യം പോലെ ആയിരിക്കുള്ളൂ. ഇത് നന്നായിണ്ട്. ഓ ദൈവമേ.